നമസ്കാരം, അഖിലാണ്. കെവിൻ, നീനു മലയാളികൾ പെട്ടെന്നൊന്നും മറക്കാൻ കഴിയാത്ത രണ്ട് നാമങ്ങളാണ്. 2018 മെയ് 28 കേസിനാസ്പദമായ സംഭവം കേരളത്തിൽ നടക്കുന്നത്. മലയാളികളെ അല്ലെങ്കിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു ദുരഭിമാന കൊലക്കേസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം. എന്നാൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി വന്നുകൊണ്ടിരിക്കുന്ന ചില വാർത്തകൾ ഒരുപാട് നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനാവശ്യമായിട്ടുണ്ടാക്കുന്ന ഓരോരോ വാർത്തകൾ അല്ലെങ്കിൽ ചില സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ഇല്ലാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റു വാർത്തകൾ കിട്ടാത്തതിന്റെ പേരിൽ ഓരോ വ്യക്തികളെ വ്യക്തിഹത്യ ചെയ്യുന്ന പല വാർത്തകളും നമ്മൾ കാണാറുണ്ട്. അതിന്റെ ഒരു ഭാഗമായിരിക്കുകയാണ് ഇപ്പോൾ നീനു എന്ന പെൺകുട്ടി. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് സോഷ്യൽ മീഡിയകൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക്, യൂട്യൂബിലായിട്ട് വന്നിരിക്കുന്ന നീനുവിന്റെ വിവാഹം കഴിഞ്ഞു, നീനുവിന്റെ വിവാഹത്തിന്റെ വരനാര്, കെവിന്റെ പിതാവിന്റെ സമ്മതത്തോടു കൂടിയിട്ട് കുടുംബക്കാർ ചേർത്ത് നടക്കുന്ന വിവാഹം, ഇങ്ങനെ ഒരുപാട് തലക്കെട്ടുകളോടുകൂടി പല പല വാചകങ്ങളോടുകൂടി പല വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനകത്തൊന്നും വാസ്തവമായിട്ടുള്ള ഒരു കാര്യമല്ല. പൊതുവെ പറയാമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഫേക്ക് ആയിട്ടുള്ള ഒരു വാർത്തയാണ് ഇതെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. അതിന്റെ തെളിവുകൾ ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പുറത്തുവിടാവുന്നതാണ്. ഇത്തരം വാർത്തകൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയിൽ അടക്കമുള്ള പല നടന്മാരും മരണപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള ഓരോ വാർത്തകളാണ് ഇത്തരം ആൾക്കാർ പടച്ചു വിടുന്നത്. എന്ത് ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം ആൾക്കാർ ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് വ്യക്തമല്ല. കെവിനെ കുറിച്ചും കെവിന്റെ ഫാമിലിയെ കുറിച്ചും എല്ലാം നല്ല പോലെ അറിയാവുന്ന ഒരു വ്യക്തി എടുത്ത് തിരക്കിയിട്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഈ വാർത്ത പുറത്തു വിടുന്നത്. അവർ പറയുന്നത് എന്താണെന്ന് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. എടാ, ഈ കെവിന്റെ വീട് എന്റെ കസിന്റെ വീടിന്റെ അടുത്ത്, അവർക്ക് പേഴ്സണലി നല്ല അറിയാവുന്ന ഫാമിലിയാണ്. പിന്നെ ഈ ഒരു വാർത്ത സോഷ്യൽ മീഡിയ കണ്ടിട്ട് ഞാൻ അവരോട് കാര്യം തിരിക്കപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആൾക്കാർക്ക് ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ ഓരോ കാര്യങ്ങൾ വേണ്ടേ, അവരെങ്ങനെ പറഞ്ഞുകൊണ്ടേ നടക്കും. പിന്നെ നീനുവിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. പിന്നെ അവൾ അന്ന് തന്നെ അവരുടെ സ്റ്റാൻഡ് പറഞ്ഞതാണ് എന്താണെന്നുള്ളത്. പിന്നെ ഇപ്പൊ പിന്നെ തോന്നിയ ദിവസം നടക്കുന്നവർക്ക് അത് അതേ അവർക്ക് ജോലിയുള്ളൂ, അവരത് പറഞ്ഞുകൊണ്ട് നടന്നോട്ടെ, നമ്മൾ മൈൻഡ് ചെയ്യാം. ഇതാണ് സത്യം. നീനു എന്ന വ്യക്തിയെ അറിയാവുന്നവർക്ക് അവളുടെ സ്റ്റാൻഡ് എന്നാണെന്ന് അന്ന് തന്നെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കെവിന്റെ മരണത്തിന് ശേഷം അവൾ അന്ന് തന്നെ പല മുഖ്യധാരാ ചാനലുകളോടും അല്ലെങ്കിൽ അവളോട് ചോദിച്ചവളോട് അവൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ മുന്നോട്ടുള്ള ജീവിതം കെവിന്റെ വീട്ടിലായിരിക്കും, കെവിന്റെ അച്ഛനും അമ്മയുമായിരിക്കും എന്റെ മാതാപിതാക്കൾ. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ 7 വർഷമായി ആ പെൺകുട്ടി ജീവിച്ചു പോകുന്നത്. വിദ്യാഭ്യാസപരമായിട്ടുള്ള പല ആവശ്യങ്ങൾക്കും അവിടെ നിന്നുകൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടിയുടെ ജീവിതം മുന്നോട്ട് കടന്നു പോകുന്നത്. അത് മാത്രമല്ല, കെവിൻ വധക്കേസിൽ സ്വന്തം കുടുംബത്തിനെതിരെ ഏറ്റവും പ്രോസിക്യൂഷന്റെ സൈഡിൽ നിന്ന് നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ശക്തമായിട്ടുള്ള മൊഴി നൽകിയിട്ടുള്ള വളരെ സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നീനു എന്നുള്ളൊരു വ്യക്തി. അന്നേരം അത്തരം ഒരു വ്യക്തിയെ കുറിച്ചൊക്കെ ഇത്തരം അപമാനപരമായിട്ടുള്ള അല്ലെങ്കിൽ വേണ്ടാത്ത വാർത്തകൾ പടച്ചുവിടുന്ന മീഡിയ ചാനൽസിനോട് നിങ്ങൾക്ക് എന്ത് ലാഭമാണ് ഉണ്ടാകാൻ പോകുന്നത്? ഇത്തരം വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ അവരുടെ കുടുംബത്തിന് എത്രമാത്രം വേദന ഉണ്ടാവുമെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാം കണ്ടയാണ് ആ വീടിന്റെ ഫീലിങ്സ്, ആ കുടുംബത്തിന്റെ ഫീലിങ്സ്, ആ അച്ഛന്റെ അമ്മയുടെ അവസ്ഥ എന്താണെന്നും ആ മരണശേഷം അവരെ സ്വന്തം മകന്റെ ഭാര്യയെ പോലെ ആ കുട്ടിയെ ഏറ്റെടുക്കാൻ കാണിച്ച ആ മനസ്സ്, ഇതെല്ലാം നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. അതിനുശേഷമാണോ ഇത്തരം ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകൾ പടച്ചു വിടാനുള്ളത്? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ പെൺകുട്ടിക്ക് അധികം പ്രായമോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പെങ്ങൾക്കാണ് ഈ ഒരു അവസ്ഥ വന്നതെന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് നിങ്ങൾ പടച്ചുവിടും? ഒരിക്കലുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവളെ സംബന്ധിച്ച് അവൾക്ക് അവളുടെ ലൈഫിൽ ഒരു ചെറിയ പ്രായത്തിൽ കിട്ടിയ ഏറ്റവും വലിയ മുറിവാണ് അവളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരിക്കലും മറക്കാനോ പൊറുക്കാനോ പറ്റാത്ത ഒരു കാര്യം. അവൾ ജീവന് തുല്യം സ്നേഹിച്ച ഒരു വ്യക്തിയെ അവളെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കി എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവന്റെ ജീവൻ സ്വന്തം ചേട്ടന്റെ കൈകൊണ്ട് എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ആ പെൺകുട്ടിയുടെ മനസ്സിലേറ്റ മുറിവിന്റെ ആഘാതം എത്രമാത്രം വലുതാണെന്ന് ഈ കാണുന്ന എനിക്കോ നിങ്ങൾക്കോ ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാത്രമാണ് അവൾ ചിലപ്പോൾ ഇപ്പോഴും ആ വീട്ടിൽ സ്വന്തം മകളെ പോലെ ആ അച്ഛനമ്മമാരുടെ കൂടെ ജീവിക്കുന്നത്. ഈ പറയുന്ന എനിക്കോ നിങ്ങൾക്കോ ആർക്കോ മറ്റൊരു തരത്തിലുള്ള നഷ്ടവുമില്ല. പക്ഷെ ആ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം മകനെയാണ്, ആ നീനുവിന് നഷ്ടപ്പെട്ടത് സ്വന്തം ഭർത്താവിനെയാണ്, ആ അച്ഛന് നഷ്ടപ്പെട്ടത് സ്വന്തം മകനെയാണ്. അത്തരം വേദനകൾ നിറഞ്ഞ ആ കുടുംബം ഇപ്പോഴും ഓരോ നിമിഷവും അല്ലെങ്കിൽ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ സ്വന്തം മകനെ കുറിച്ച് ആലോചിക്കുന്ന നിമിഷങ്ങളിൽ അവർക്ക് എത്രമാത്രം വൈകാരികമായിട്ടുള്ള ഫീലിങ്സുകൾ ഉണ്ടാവുമെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. ഓരോ തരത്തിൽ പല രീതിയിൽ പലരും ഇതിപ്പം 10 പേര് പറഞ്ഞ് അവരുടെ ചെവികളിൽ എത്തുന്ന സമയത്ത് ആ കുട്ടിക്ക് അനുഭവിക്കുന്ന വേദന എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഇത്തരം ഫേക്ക് ന്യൂസുകൾ ഉണ്ടാക്കി കിട്ടുന്നവർക്ക് ചിലപ്പോൾ യൂട്യൂബിലൂടെ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിലൂടെ കുറച്ച് വരുമാനങ്ങൾ കിട്ടും, കുറച്ച് വ്യൂസ് കിട്ടും, കുറച്ച് ലൈക്കുകൾ കിട്ടും, ഫോളോവേഴ്സ് കിട്ടും. പക്ഷേ ഇതിന്റെ എല്ലാം പിന്നിൽ മനുഷ്യത്വം എന്നൊരു കാര്യമുണ്ട്. അത് നശിപ്പിച്ചുകൊണ്ട് വാർത്തകൾ പുറത്തുവിടരുത്. നമ്മുടെ എല്ലാവരുടെയും കാര്യമാണ് പറയുന്നത്. നാളെ നമ്മുടെ കുടുംബത്തിലും അല്ലെങ്കിൽ നമുക്കും എല്ലാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം. പക്ഷെ മനുഷ്യത്വം മരവിച്ചുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് നിൽക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം കുറച്ചുകൂടി വ്യക്തത ഉണ്ടാവണം, കുറച്ചുകൂടി സത്യം നിലനിർത്തി പുറത്ത് വാർത്തകൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. നിർത്തുന്നു. അഖിൽ വിഷം, സൈനിങ് ഔട്ട്. ബൈ.